ആ ദൈവികമായ സ്ഥലത്ത് കയറി മോഷണം നടത്തിയവരെ കേരളത്തിലെ ജനങ്ങൾ വെറുതെ വിടില്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു. കോഴിക്കോട് ഈസ്റ്റ് പേരാമ്പ്രയിൽ നടന്ന തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ ഷാഫി പറമ്പിൽ എംപിയുടെ വാക്കുകളിലേക്ക്. സ്വാമിമാരുടെ 41 ദിവസത്തെ കഠിനവ്രതത്തെക്കുറിച്ചും ശബരിമല സ്വർണമോഷണത്തെക്കുറിച്ചും സംസാരിച്ച അദ്ദേഹം ദേവസ്വം ബോർഡ് എന്നാൽ ദേവന്റെ സ്വർണം കാക്കാനുള്ളതാണെന്നും അല്ലാതെ കക്കാനുള്ളതല്ലെന്നും കൂട്ടിച്ചേർത്തു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ സർക്കാരിന് മനസ്സിലാവണം. എന്താ മനസ്സിലാവേണ്ടത്? ദേവസ്വം ബോർഡ് എന്ന് വെച്ചാൽ അയ്യന്റെ സ്വർണം കാക്കാനുള്ള ബോർഡാണ്, കക്കാനുള്ള ബോർഡല്ല എന്ന് ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ മനസ്സിലാവണം. നിങ്ങൾ വേണം ഈ കാര്യങ്ങൾ ചെയ്യാൻ. തനിക്ക് നേരിടേണ്ടി വന്ന അക്രമത്തെക്കുറിച്ച് വിശദമായി പറയാനുണ്ടെന്ന സൂചനയോടുകൂടിയാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ അവസാനിപ്പിച്ചത്. നിങ്ങളാണ് ഈ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥികൾ എന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ വേണോ ഈ ഉത്തരവാദിത്തങ്ങൾ ഏൽക്കാൻ? ഈ നട്ടുച്ച വെയിലത്ത് ഇതുപോലെ നിങ്ങൾ ഇറങ്ങി നടന്നില്ലേ? അത് നമുക്കൊന്ന് ജയത്തിലേക്ക് എത്തിക്കണം. ഇനിയുള്ള മണിക്കൂറുകളിൽ വാർഡിലെ ഓരോ വോട്ടും ചെയ്യുന്നു എന്ന് ഉറപ്പുവരുത്തണം. അത് പോളിംഗ് ബൂത്തിൽ വൈകുന്നേരത്തേക്ക് ഉച്ചക്കേശത്തെ പണിയൊന്നും മാറ്റാൻ നിൽക്കണ്ട. രാവിലത്തെ പണി അന്ന് വോട്ടിങ്ങാണ്. അന്ന് വേറൊരു ഏർപ്പാടുമില്ല. അന്ന് രാവിലെ ദോശ എവിടെ, ചട്നി എവിടെയെന്നൊന്നും ചോദിക്കാൻ നിൽക്കണ്ട. എല്ലാവരും കൂടെ പോയി വോട്ട് ചെയ്യും. രാവിലെ തന്നെ ചെയ്യണം. ഈ നാട് ആഗ്രഹിക്കുന്ന ഒരു മോചനം, ഈ നാട് ആഗ്രഹിക്കുന്ന ഒരു മാറ്റം, അതിനുവേണ്ടി നിങ്ങൾ എല്ലാവരും തയ്യാറാവണമെന്ന് മാത്രം പറയുന്നു. ചോരയും മൂക്കും പാലവും വിവാദമൊക്കെ കുറേ എനിക്ക് പറയാനുണ്ട്. പക്ഷെ ഇപ്പം അതിനൊന്നും മെനക്കെടുന്നില്ല. അതിനൊക്കെ ഒരൊറ്റ മറുപടിയേ ഉള്ളൂ. അത് ജനാധിപത്യ മറുപടിയാണ്. അതൊന്ന് ചെയ്തു തരുമോ? ടോപ് 10 ന്യൂസ് പേരാമ്പ്ര.